ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു IK സ്റ്റിച്ചിങ് സ്റ്റുഡിയോ. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു 3 വയസ്സായ കുട്ടിക്കുള്ള ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. അതിനു വേണ്ടി ഞാൻ രണ്ടായി മടക്കിയെടുത്ത ക്ലോത്തിനെ വീണ്ടും മടക്കിയെടുത്ത് 4 പാർട്ടായി മടക്കിയെടുത്തിട്ടുണ്ട്. അടുത്തതായി ഞാൻ അതിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് എത്ര ലെങ്ത്താണ് വേണ്ടത് എന്ന് വെച്ചാൽ അതിനേക്കാളും 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ 17 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നെക്കിൻ്റെ ഹൈറ്റ് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ സ്ക്വയർ വരച്ച് കൊടുക്കുക ആദ്യം. എന്നിട്ട് അതിൻ്റെ ഈ കോണിലായിട്ട് ഇതുപോലെ കേവ് വരച്ച് കൊടുക്കുക. അപ്പോഴാണ് റൗണ്ട് നെക്ക് പെർഫെക്റ്റായി കിട്ടൽ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിലെ നെക്കും കൂടെ മാർക്ക് ചെയ്തെടുക്കുക. ബാക്കിലെ നെക്ക് ഞാൻ 2 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ബാക്കി സ്റ്റെപ്പൊക്കെ അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ 2 നെക്കും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡറാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 2 ഇഞ്ചിൽ ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആം ഹോളിൻ്റെ ഭാഗത്തെ ലെങ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അതിവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് ഞാനിവിടെ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഷോൾഡറിന് താഴേക്ക് വരച്ച ലൈനും ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്തതും കൂടെ യോജിപ്പിച്ച് കൊടുക്കുക. ശേഷം നമ്മൾ നെക്കിന് കേവ് വരച്ച് കൊടുത്തതുപോലെ ആം ഹോളിനും കേവ് വരച്ച് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ടോപ്പിന് വിഡ്ത്ത് എത്ര വേണ്ടത് വെച്ചാൽ അതും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആം ഹോളിൽ നിന്ന് താഴേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ടോപ്പിൻ്റെ മാർക്ക് ചെയ്യൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇത്രയും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നെക്കാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ആദ്യം കട്ട് ചെയ്യേണ്ടത് മുകളിലെ മാർക്ക് ചെയ്ത നെക്കാണ്. അതാണ് നമ്മുടെ ബാക്കിലെ നെക്ക്. ഇനി ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി മുകളിലെ ക്ലോത്തും ബാക്കിലെ ക്ലോത്തും സെപ്പറേറ്റ് ആയി ഇട്ടതിന് ശേഷം താഴത്ത് മാർക്ക് ചെയ്തത് കട്ട് ചെയ്തെടുക്കാം. അതാണ് നമ്മുടെ ഫ്രണ്ടിലെ നെക്ക്. ഇപ്പോൾ ടോപ്പിൻ്റെ കട്ടിങ് ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടായി മടക്കിയെടുത്ത ക്ലോത്തിനെ വീണ്ടും ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആം ഹോൾ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക. അതേ അളവിലാണ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വരച്ചെടുത്തിട്ട് സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി നെക്കിൻ്റെ ബാക്കിൽ വെക്കാനും വേണ്ടി ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്ത് അതിനെ രണ്ടായി മടക്കി കൊടുത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഭാഗം അതിൻ്റെ മുകളിൽ വെച്ച് ജസ്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് ആ പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ കട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ടിലെ നെക്കാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇത് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത അതേ ഷേപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് അതിൻ്റെ ബാലൻസ് വരുന്ന ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഓരോരോ കട്ടിട്ട് കൊടുക്കാം. ഇങ്ങനെ കട്ടിട്ട് കൊടുത്തിട്ട് ബാക്കിലെ ക്ലോത്ത് തിരിച്ചിടുമ്പോഴായി നമുക്ക് നെക്ക് പെർഫെക്റ്റായി കിട്ടുകയുള്ളൂ. അങ്ങനെ ബാക്ക് തിരിച്ചിട്ട് കൊടുത്ത നെക്കിൻ്റെ മുകളിലായി ഞാനൊരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഇതാ ഫ്രണ്ടിലെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് അതിന്മേൽ ലൈസ് വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിലെ നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടി നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ക്ലോത്തും അതിൻ്റെ മേലെ ബാക്കിലെ നെക്കും കൂടെ വെച്ച് കൊടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ഈ ബാലൻസ് വരുന്ന ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ടും ബാക്കും കൂടെ യോജിപ്പിച്ചെടുക്കുക. അതിന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 ഷോൾഡറും ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഫ്രണ്ടും ബാക്കും കൂടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്മേൽ സ്ലീവ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 സ്ലീവിൻ്റെ അറ്റത്തും ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ച് കിട്ട് കൊടുത്തിട്ട് ടോപ്പിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യാനുള്ള ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഓപ്പൺ അടിക്കാനുള്ള ഭാഗവും ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്തതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്ലീവിൻ്റെ അറ്റത്ത് നിന്നും ഓപ്പണിന് മാർക്ക് ചെയ്തത് വരെ സ്റ്റിച്ച് ചെയ്ത് അവിടെ എത്തുമ്പോൾ സൂചി താഴ്ത്തി വെച്ച് ക്ലോത്ത് തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും സ്ലീവിൻ്റെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടുത്തത് നമുക്ക് ഓപ്പൺ ആണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ 2ആയി ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓപ്പൺ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയി കാണണമെന്നുള്ളവർക്ക് ആ വീഡിയോ പോയി കണ്ടു നോക്കുക. അങ്ങനെ ഞാൻ 2 ഭാഗത്തെ ഓപ്പണും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ 2 ഭാഗത്തെ ഓപ്പണും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഞാൻ ഓപ്പണിൻ്റെ തായ് ഭാഗത്ത് 2 സൈഡിലായിട്ടും ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ വെച്ചെടുക്കാം. അപ്പോൾ ഇതാ ടോപ്പ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സൊന്ന് വെയർ ചെയ്തിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിക്കണോ ഇല്ല എന്നുള്ളത് കമൻറ്റിൽ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ.